നേരം വിളിക്കുന്നവരെ നീ എവിടെ ആയിരുന്നടാ? അതാമ്പച്ചി ഇന്നലെ ചെറിയൊരു പണി കിട്ടിയെന്നേ. എൻ്റെ കൂടെ പോസ്റ്റർ ഒട്ടിക്കാൻ വന്നെല്ലാം പോയി കളഞ്ഞു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വരത്തില്ല, നിനക്കൊന്ന് വിളിച്ചു പറയാൻ പാടില്ലായിരുന്നോ? പിന്നെ നീ എന്നാത്തിനെ കുന്തമായിട്ട് നടക്കുന്നത്? ഈ കൊച്ചു പങ്ങതിരെ അവരെ കാത്തിരുന്നു. എന്നെ കൂടെ നിന്റെ കൂട്ടുകാരെ മൊത്തം വിളിപ്പിച്ചു. ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ വരൂലെന്ന്. വന്നേക്കാന്നല്ലേ പറഞ്ഞേ? അമ്മച്ചി, ഇവിടെ എല്ലാ വർഷവും പലരുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നാരാ? അത് നിങ്ങളൊക്കെയാ ആണല്ലോ. പിന്നെ എല്ലാത്തിനും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ആ, അപ്പൊ ഞാൻ ചെയ്യുന്നത് തെറ്റുണ്ടോ? ഇല്ല. പിന്നെന്നാ? എന്നിട്ട് പോസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞോ? അമ്മച്ചി നോക്കി ഇപ്രാവശ്യത്തെ ആള്. എന്നാ മക്കളിരി, അമ്മച്ചി കഞ്ഞി എടുത്തോണ്ട് വരാം. ആ, അമ്മച്ചി ഞാൻ പോയി ആ പശുവിനെ ഒന്ന് മാറി കെട്ടിച്ചോരേ. ഞാനും വരാം. ആണോ? ഒരു കുറ്റി കൂടെ വളർത്ത്. ആ ഇതെന്നാടാവേന്ന് വെട്ടാറങ്ങാഞ്ഞേ? ഓ ഇനിയിപ്പോ പതിവ് ശീലങ്ങളൊക്കെ മാറും. അതൊന്നും അല്ലെന്ന്. ഇന്നലെ നമ്മുടെ പള്ളിയുടെ ധ്യാനത്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ പോയി വരുന്നു. ആ ശരിടാ. ആ ഇച്ചാൻ ഇന്നും പോകുന്നുണ്ടോ? പിന്നെ അമ്മ രാവിലെ അറക്കാൻ ഭാഗത്തേക്ക് ഇറങ്ങിക്കുക. എനിക്ക് 12 മണിയാകുമ്പോൾ കൃഷി ഓഫീസർ മോഹൻ സാറിനെ പോയി ഒന്ന് കാണണം. അതാ ഞാനിങ്ങ് വന്നേ. ഇനി വൈകുന്നേരം പോയാൽ മതി. അപ്പൊ ഇന്നും ഉണ്ടാവില്ല അല്ലേ? ഈ ബേസിൽ രാത്രി തണുപ്പടിച്ച് ശ്വാസം മുട്ടൽ വരുന്നേ. പിന്നെ പൗലുസാറിന് 2 കുഞ്ഞു പിള്ളേരാ. അവരോടൊക്കെ എങ്ങനെ നമ്മൾ രാത്രി നിൽക്കാൻ പറയണേ? പോയേക്കാം. ഇവിടെ അപ്പടി കൊതുക. ഇച്ചാൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇച്ചാൻ ഓക്കെയാണോ? എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെങ്കിൽ എന്നോട് പറയണേ. ചുമ്മാ ഇച്ചാനൊന്നിന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. നമുക്ക് വൈകുന്നേരം കണ്ടാൽ മതിയോ? എനിക്ക് മോഹൻ സാറിനെ ഒന്ന് കാണണം, നമ്മുടെ കൃഷി ഓഫീസറെ. ഇച്ചിരി അത്യാവശ്യമുള്ള കേസാ. വൈകിട്ട് കാണാം. ബാ. എന്നാടാ സ്ലീവാച്ച് നിന്ന് കളിക്ക് ഇറങ്ങാഞ്ഞേ? വന്നപ്പോട്ട് ഞാൻ ശ്രദ്ധിക്കാം. എന്നാ പറ്റിയേ? എന്തോ ഒരു തെളിച്ച കുറവുണ്ട്. ടയേർഡ്. കല്യാണം കഴിഞ്ഞ പിന്നെ അവന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരമില്ല. കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആവേ. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ 2 മാസമാ കടക്ക് അവധി കൊടുത്ത് വീട്ടിലിരുന്നേ. പോടാ ഓപ്പേ. അല്ലേലും ഇപ്പോഴത്തെ പെമ്പടല്ലാണ്ട് പ്രശ്നം കാശാനെ. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, വലിയ പാടായിരിക്കും. ആദ്യം നീ നിന്റെ വലിയൊന്ന് നിർത്തണം. രാവിലെ 2 മണിക്കൂർ എക്സസൈസ് ചെയ്യണം. നീ ചുമ്മാ പയറ് പോലെ നിൽക്കും. ഒന്നാമത്തെ കാര്യം, നീ വലിയൊരു മണ്ടത്തിനെ കാണിച്ചു. ഒരിക്കലും ടൗണിൽ പോയി പെണ്ണ് കെട്ടരുതായിരുന്നടാ. അവിടെയൊക്കെ 1-2 പ്രേമിക്കാത്ത പെണ്ണുങ്ങൾ ഇല്ലടാ. എവിടെയായാലും ഈ പെണ്ണുങ്ങളെ പ്രേമിക്കുന്ന ഈ തലകർച്ചവന്മാരെ ആയിരിക്കും. മനസ്സിലായല്ലോ? ഈ തലതെറിച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം. ഈ പെൺപിള്ളേരുടെ മുമ്പിലേ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം. അല്ലെ നമുക്കൊരു വിലയുണ്ടാവില്ല. ഇത് എന്നതാണേ മോത്തൊക്കെ തേക്കുന്നേ? പ്രത്യേകിച്ച് ഒന്നുമില്ല ചേച്ചി. പുറത്തോട്ട് ഇറങ്ങി വെയിൽ കൊണ്ടുള്ള നിറമൊന്നും കളയണ്ട കേട്ടോ. അമ്മച്ചി, എന്റെ അനേജി ചിക്കൻ കറി അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും ഇല്ലേ? ഇവിടെ നിനക്കുള്ള ചീരക്കരുതി അതിനകത്തുണ്ട്. നമ്മൾ എന്ന് വന്നാലും പിന്നെ കുട്ടായി വെട്ടിക്കണേലും. നിങ്ങൾ വന്നെ സിറ്റി വെച്ച് കണ്ടായിരുന്നു. കൃഷി ഓഫീസിൽ പോയിട്ട് എന്നാ ഇടാ? ഓ, അതൊരു 100 നൂലാമലാണ് അമ്മച്ചി. എല്ലാം ഈ ഓഫീസർമാരുടെ അതിലാണ്. അവൻ ആളാകെ മാറിപ്പോയില്ലേ അമ്മച്ചി? എന്നാലും അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ? എനിക്കിനി ചത്താലും വേണ്ടിയില്ല.